ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ക്ലാപെറോൺസ് തിയറം ഓർ 3 മൊമെന്റ് ഇക്വേഷൻസ് യൂസ് ചെയ്ത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീംസിന്റെ അനാലിസിസ് ആണ്. സോ ഈ മൊഡ്യൂളിൽ നിന്നും പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ ബൈ 3 മൊമെന്റ് തിയറം. റിലേറ്റീവ് ഐ വാല്യൂസ് ആർ മാർക്ക് ബിലോ ഈച്ച് സ്പാൻ. ഡ്രോ ദി ബെൻഡി മൊമെന്റ് ഡയഗ്രം. ബീം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇവിടെ ഒരു സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ബീം ആണ് അനലൈസ് ചെയ്യാനായിട്ട് പറയുന്നത് യൂസിങ് 3 മൊമെന്റ് തിയറം. ആൻഡ് ഓൾസോ യു നീഡ് ടു ഡ്രോ ദി ബെൻഡി മൊമെന്റ് ഡയഗ്രം. ഓക്കെ, സോ 3 മൊമെന്റ് തിയറം യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ 3 മൊമെന്റ് ഇക്വേഷൻ എന്താണെന്ന് അറിയണം. ഒരു സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ബീമിലെ അഡ്ജസൻറ്റ് സപ്പോർട്ട്സിലെ എൻഡ് മൊമെന്റ്സിനെ കണക്ട് ചെയ്ത് വരുന്ന റിലേഷൻ ആണ് 3 മൊമെന്റ് ഇക്വേഷൻ. സോ ഈ പ്രോബ്ലം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ബി സി എന്ന 3 അഡ്ജസൻറ്റ് സപ്പോർട്ട്സിനെ കൺസിഡർ ചെയ്ത് 3 മൊമെന്റ് ഇക്വേഷൻ ഫോം ചെയ്യുകയാണെങ്കിൽ യുവർ 3 മൊമെന്റ് ഇക്വേഷൻ വിൽ ബി MA into L1 by I1 plus 2MB into L1 by I1 plus L2 by I2 plus MC into L2 by I2 is equal to 6EHA by L1 plus 6EHC by L2 minus 6A1A1 by L1 I1 minus 6A2A2 by L2 I2. So ഇതായിരിക്കും നമ്മുടെ 3 മൊമെന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ എപ്പോഴും ശ്രദ്ധിക്കുക, അഡ്ജസൻ്റ് ആയിട്ടുള്ള 3 സപ്പോർട്ട്സിനെ കണക്ട് ചെയ്തിട്ടാണ് 3 മൊമെന്റ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. സോ ഫസ്റ്റ് കൺസിഡർ സപ്പോർട്ട്സ് എ ബി ആൻഡ് സി ഓർ കൺസിഡർ സ്പാൻ എ ബി ആൻഡ് ബി സി. ഓക്കെ, ഒന്നുകിൽ അഡ്ജസൻ്റ് സപ്പോർട്ട്സ് എ ബി സി എന്ന് എടുക്കുക, അല്ല എങ്കിൽ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന 2 സ്പാൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, സോ അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 സ്പാൻ അല്ലെങ്കിൽ അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന 3 സപ്പോർട്ട്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രോ ദി ഫ്രീ മൊമെന്റ് ഡയഗ്രം. സോ ഫസ്റ്റ് കൺസിഡർ സ്പാൻ എ ബി. എ ബി എന്ന സ്പാനിൽ സെൻട്രൽ പോയിന്റിലൂടെയാണ് ക്യാരി ചെയ്യുന്നത്. സോ ഫ്രീ മൊമെന്റ് ഡയഗ്രം വിൽ ബി എ ട്രയാങ്കിൾ വിത്ത് മാക്സിമം ഓർഡിനേറ്റ് അണ്ടർ ദി ലോഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ യൂസിംഗ് ദി ഫോർമുല WL/4. W is given as 80 kilonewton and L is 4 meter. Value substitute here, you will get maximum ordinate as 80 kilonewton meter. Similarly, BC in a span consider here. BC in a spanil throughout UDL ആണ് carry ചെയ്യുന്നത്. So your free moment diagram will be a parabola with maximum ordinate is equal to WL/8. W is 24 kilonewton per meter and L is 6 meter. Value substitute here, simplify here, you will get maximum ordinate as 108 kilonewton meter. Okay, so maximum ordinate കിട്ടി കഴിഞ്ഞാൽ next step draw the bending moment, free moment diagram. AB എന്ന പോർഷനിൽ ട്രയാങ്കിൾ ആയിരിക്കും, BC എന്ന പോർഷനിൽ പാരബോള ആയിരിക്കും. ഓക്കെ, then ഫ്രീ മൊമെന്റ് ഡയഗ്രം കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ഞാൻ എ ബി എന്ന പോർഷനിലെ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് A1 കാൽക്കുലേറ്റ് ചെയ്യുന്നു. A1 വിൽ ബി L/2, that is 4/2, which is 2 meter. Similarly, ഏരിയ എ ബി എന്ന പോർഷനിലെ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ half L into WL/4. Value substitute here, simplify here, you will get A1 is equal to 160 meter square. Similarly, BC എന്ന പോർഷനിലെ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് A2 കാൽക്കുലേറ്റ് ചെയ്യുക. A2 is equal to L/2, that is 6/2, which is equal to 3 meter. Similarly, AB എന്ന പോർഷനിലെ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഏരിയ ഓഫ് പാരബോള 2/3 into L into WL/8. Value substitute here, simplify here, you will get area is equal to 432 meter square.
സോ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ത്രീ മൊമെന്റ് ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ എ ബി ആൻഡ് ബി സി എന്ന സ്പാനിലെ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിലെ ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് വാല്യൂസ് നമ്മുടെ ത്രീ മൊമെന്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ത്രീ മൊമെന്റ് ഇക്വേഷനിൽ എം എ വാല്യൂ 0 ആണ്. സിൻസ് എ സിമ്പിൾ സപ്പോർട്ട് ആണ്, എൻഡ് സപ്പോർട്ട് സിമ്പിൾ ആണെങ്കിൽ മൊമെന്റ് വിൽ ബി 0. സോ ത്രീ മൊമെന്റ് ഇക്വേഷനിൽ എം എ 0 ആണ്. ബാക്കി വാല്യൂസ് ഒക്കെ നമുക്ക് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ 12 MB plus 2 MC is equal to minus 912. Put it as equation number 1. Okay. Then next, consider supports B, C and D. അടുത്ത adjacent ആയിട്ട് വരുന്ന 3 supports consider ചെയ്യുക. Or consider span BC and CD. So, span consider ചെയ്ത് കഴിഞ്ഞാൽ adjacent ആയിട്ട് വരുന്ന 2 span consider ചെയ്ത് കഴിഞ്ഞാൽ next step എന്ന് പറയുന്നത് free moment diagram വരയ്ക്കാം. Free moment diagram വരയ്ക്കാനായിട്ട് first consider span BC. BC throughout UDL ആണ് carry ചെയ്യുന്നത്. So, free moment diagram will be a parabola with maximum ordinate at center. Maximum ordinate calculate ചെയ്യാനുള്ള formula WL square by 8. Value substitute ചെയ്യുക, simplify ചെയ്യുക. Similarly, CD എന്ന span consider ചെയ്യുക. CD എന്ന spanൽ eccentric point load ആണ്. So, free moment diagram will be a triangle with maximum ordinate under the load, which can be calculated by using the formula WAB by L. Value substitute ചെയ്യുക, simplify ചെയ്യുക. Maximum ordinate കിട്ടിക്കഴിഞ്ഞാൽ next step, draw the free moment diagram. Free moment diagram വരച്ചു കഴിഞ്ഞാൽ free moment diagramത്തിലെ area and centroidal distance calculate ചെയ്യാം. BC എന്ന സ്പാനിലെ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ തൊട്ടു മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത സെയിം തന്നെയാണ്. നെക്സ്റ്റ് CD എന്ന സ്പാനിലോട്ട് പോവുക. CD എന്ന സ്പാനിലെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല B plus L by 3, where B is 4 and L is 6 meter. Value substitute ചെയ്യുക, simplify ചെയ്യുക, you will get A3. Similarly, area. CD എന്ന സ്പാനിലെ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. You will get A3 is equal to 480 meter square. Okay. So, free moment diagraത്തിന്റെ area and centroidal distance കിട്ടിക്കഴിഞ്ഞാൽ next step, form the three moment equation. So, BCD എന്ന supports consider ചെയ്യുമ്പോൾ three moment equation will be MB into L2 by I2 plus 2 MC into L2 by I2 plus L3 by I3 plus MD into L3 by I3 is equal to minus 6 A2 A2 by L2 I2 minus 6 A3 A3 by L3 I3. Okay. Equation simplify ചെയ്യാം. Equationൽ MD D എന്ന end supportന് ശേഷം overhang വരുന്നുണ്ട്. So, MDയിലെ moment എന്ന് പറയുന്നത് overhanging portionന്റെ moment ആണ്, which is minus 20 into 2, that is minus 40 kilonewton meter. Okay. So, ഇനി three moment equationൽ value substitute ചെയ്യുക, simplify ചെയ്യുക, you will get an equation 2MB plus 10MC is equal to minus 1112. Put it as equation number 2. Okay. So, നമുക്ക് രണ്ട് equations കിട്ടി, രണ്ട് unknowns ആണുള്ളത്, MB and MC. രണ്ട് equationയും simplify ചെയ്യുക, you will get MB is equal to minus 59.44 kilonewton meter and MC is equal to minus 99.31 kilonewton meter. Okay. അപ്പോൾ three moment equation solve ചെയ്ത് unknowns ആയ final end moment കിട്ടിക്കഴിഞ്ഞാൽ last step എന്ന് പറയുന്നത് draw the bending moment diagram. ബീമിലെ bending moment diagram for statically indeterminate beams, bending moment diagram difference between final moment diagram and free moment diagram ആണ്. First draw the free moment diagram, then final moment diagram വരയ്ക്കുക, difference shade ചെയ്യുക, shaded portion will be the actual bending moment diagram. Okay. Next, problemത്തിലോട്ട് കടക്കാം.
analyze the beam shown in figure by 3-moment equation and draw the bending moment diagram. Beam തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, തൊട്ടു മുന്നേ നമ്മൾ ചെയ്ത പ്രോബ്ലം ഈ പ്രോബ്ലം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, തൊട്ടു മുന്നേ ചെയ്ത പ്രോബ്ലത്തിന്റെ രണ്ട് എൻഡും സിമ്പിൾ സപ്പോർട്ട്സ് ആയിരുന്നു. വേറസ് ഈ ബീമിന്റെ എൻഡ് എ ഫിക്സ്ഡ് ആണ്. സോ ഫിക്സ്ഡ് എന്താണ് നമുക്ക് വരുന്നതെങ്കിൽ, നമുക്ക് തന്നിരിക്കുന്ന ബീമിന്റെ എൻഡ് സപ്പോർട്ട് ഫിക്സ്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യുക, A0 A എന്ന ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്യാം. സോ സൊല്യൂഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് A0 A എന്ന ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്യുക, ഹാവിംഗ് ഫ്ലെക്സുറൽ റിജിഡിറ്റി ഈ I0 as infinity and span L0. ഓക്കെ, സോ ഫസ്റ്റ് ഒരു എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ ആ എൻഡിൽ നിന്നും ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്യുക. ദെൻ കൺസിഡർ സ്പാൻ A0 A ആൻഡ് AB. അപ്പം ആദ്യം ഫിക്സ്ഡ് എൻഡിൽ നിന്നും ഒരു ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്യുക. ദെൻ അഡ്ജസന്റ് ആയിട്ട് വരുന്ന 3 സപ്പോർട്ട്സിനെ കണക്ട് ചെയ്തിട്ടാണ് നമുക്ക് 3-moment ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് കൺസിഡർ സപ്പോർട്ട്സ് A0 A ആൻഡ് B ഓർ സ്പാൻ A0 A ആൻഡ് AB. ഓക്കെ, ദെൻ A0 A ആൻഡ് AB എന്ന സ്പാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സ്പാനിലെയും ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. A0 A എന്ന സ്പാൻ ഇമാജിനറി സ്പാൻ ആണ്, അവിടെ ലോഡ് ഒന്നും തന്നെ ഇല്ല. സോ അവിടെ ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമില്ല. സോ ഫസ്റ്റ് ഡ്രോ ദി ഫ്രീ മൊമെന്റ് ഡയഗ്രാം ഫോർ സ്പാൻ AB. AB എന്ന സ്പാനിൽ എക്സെൻട്രിക് പോയിന്റ് ലോഡാണ് ക്യാരി ചെയ്യുന്നത്. സോ ഫ്രീ മൊമെന്റ് ഡയഗ്രാം വിൽ ബി എ ട്രയാങ്കിൾ വിത്ത് മാക്സിമം ഓർഡിനേറ്റ് അണ്ടർ ദ ലോഡ്. മാക്സിമം ഓർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല WAB by L. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, യു വിൽ ഗെറ്റ് maximum ordinate as 48 kilonewton meter. Maximum ordinate kittikazhinjal then draw the free moment diagram. Okay, then free moment diagram kittikazhinjal free moment diagrathinte area and centroidal distance calculate cheya. First calculate the centroidal distance. Centroidal distance calculate cheyanulla formula B plus L by 3. Value substitute cheya, simplify cheya. Similarly area, free moment diagrathinte area calculate cheya. So centroidal distance and area calculate ചെയ്ത് കഴിഞ്ഞാൽ next step 3-moment equation apply ചെയ്യാം. Your simplified 3-moment equation will be 2MA into L1 by I1 plus MB into L1 by I1 is equal to minus 6 A1 A1 by L1 I1. Okay, so equational value substitute ചെയ്യാം, simplify ചെയ്യാം, you will get 20 by 3 MA plus 10 by 3 MB is equal to minus 224. Put it as equation number 1. Okay. So next step, consider span AB and BC. AB and BC in a span consider cheya, or consider supports A, B and C. So adjacent spans അല്ലെങ്കിൽ adjacent 3 supports consider ചെയ്ത് കഴിഞ്ഞാൽ next step എന്താ, draw the free moment diagram. So first consider span AB. AB എന്ന സ്പാനിൽ eccentric point load ആണ്. So free moment diagram will be a triangle with maximum ordinate under the load. Already തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് സെയിം തന്നെയാണ്. മാക്സിമം ഓർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല WAB by L. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, യു വിൽ ഗെറ്റ് 48 kilonewton meter. Similarly BC എന്ന സ്പാൻ കൺസിഡർ ചെയ്യുക. BC throughout UDL ആണ് carry ചെയ്യുന്നത്. So free moment diagram will be a parabola with maximum ordinate at the center, which is given by WL square by 8. Value substitute here, simplify here. You will get maximum ordinate as 45 kilonewton meter. So maximum ordinate kittikazhinjal next step, draw the free moment diagram. Okay, then free moment diagram varachu kazhinjal next step ennu parayunnathu ഓരോ സ്പാനിലെയും ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിലെ ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. AB എന്ന സ്പാനിലെ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് A plus L by 3. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, യു വിൽ ഗെറ്റ് A1 is equal to 8 by 3. Then compute the area. AB എന്ന സ്പാനിലെ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ കമ്പ്യൂട്ട് ചെയ്യാം. Similarly BC എന്ന സ്പാനിലെ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിന്റെ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് A2 കാൽക്കുലേറ്റ് ചെയ്യുക, ഏരിയ A2 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫ്രീ മൊമെന്റ് ഡയഗ്രത്തിലെ ഏരിയ ആൻഡ് സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോം ദി 3-moment ഇക്വേഷൻ.
ത്രീ മൊമെന്റ് ഇക്വേഷൻ ഫോം ചെയ്യാം. ത്രീ മൊമെന്റ് ഇക്വേഷനിൽ MC end support ആണ്, simple support ആണ്. So MC will be 0. Then simplify ചെയ്താൽ നമ്മുടെ ത്രീ മൊമെന്റ് ഇക്വേഷൻ MA into L1 by I1 plus 2 MB into L1 by I1 plus L2 by I2 is equal to minus 6 A1 by L1 I1 minus 6 A2 by L2 I2 എന്ന് വരും. Equational value substitute ചെയ്യുക, simplify ചെയ്യുക, you will get an equation 10 by 3 MA plus 38 by 3 MB is equal to minus 526. Put it as equation number 2. Okay. So, A0A and AB എന്ന span consider ചെയ്തപ്പോൾ നമുക്കൊരു equation കിട്ടി. Similarly, AB and BC എന്ന span consider ചെയ്ത് ത്രീ മൊമെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷനിലും അൺനോൺസ് ആയിട്ട് വരുന്നത് MA and MB ആണ്. സോ ഈ രണ്ട് ഇക്വേഷനും സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് MAയുടെ വാല്യൂ -14.78 കിലോന്യൂട്ടൺ മീറ്റർ ആൻഡ് MB വാല്യൂ -37.64 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. സോ ഫൈനൽ മൊമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഡ്രോ ദി ബെൻഡി മൊമെന്റ് ഡയഗ്രാം. തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ സെയിം പ്രൊസീജിയറിലാണ് നമ്മൾ ബെൻഡി മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീ മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഫൈനൽ മൊമെന്റ് ഡയഗ്രാം. സോ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ ആണ് ആക്ച്വൽ ബെൻഡി മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ത്രീ മൊമെന്റ് ഇക്വേഷനിലെ ഫിക്സ്ഡ് എൻഡ് വരുന്ന ബീംസ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് പ്രോബ്ലവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ്ലി യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ രണ്ട് പ്രോബ്ലവും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.